അവിടെ വിൻഡോയിലിരുന്ന് സൺസെറ്റ് കാണുന്ന ലാലേട്ടൻ, ഇവിടെ വിൻഡോയിലിരുന്ന് സൺസെറ്റ് കാണുന്ന ഞാൻ. ആഹാ, എന്തൊരു കോമ്പിനേഷൻ. എന്നെങ്കിലും നമ്മൾ ലാലേട്ടനെ നേരിട്ട് കാണും. ഗുഡ് മോർണിംഗ് ലാലേട്ട, ഐ ലവ് യു. ലാലേട്ടൻ എന്നെ നേരിട്ട് കണ്ട് ഹായ് കൊടുക്കുന്നവരെ നമ്മൾ ലാലേട്ടന് ഇതുപോലെ ഹായ് കൊടുക്കും അല്ലേ? 2 ദിവസം വയനാട്ടും കോഴിക്കോട് ആയിരുന്നോണ്ട് ലാലേട്ടന് ഹായ് കൊടുക്കാൻ പറഞ്ഞില്ല. ഹായ് ലാലേട്ടാ, നിങ്ങൾക്ക് ഇത് വല്ലതും അറിയണോ ലാലേട്ട? ലാലേട്ടന് ടാറ്റോ കൊടുക്കുന്നത് ഭയങ്കര ക്രിഞ്ചാണെന്ന് അവിടെ കാണില്ല എന്ന് എനിക്കറിയാം, പക്ഷെ സ്റ്റിൽ സന്തോഷം. ഹംബിളി കാണണ്ട ലാലേട്ടൻ ഹായ് പറയണുണ്ട്. ലാലേട്ട ഹായ് ഹായ്. ലാലേട്ട അവിടെ എന്തോ എന്റെ അടുത്ത് പറയുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നില്ല. ലാലേട്ടന്റെ ഫ്ലാറ്റ് നോക്കി ഞാൻ 1000 ടാറ്റയൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടുള്ള ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്ന്. ഒരുപാട് സന്തോഷം. ലാലേട്ട ഒരു കാര്യം കൂടെ, എന്തെങ്കിലും ഒരു ദിവസം എനിക്കൊരു പോഡ്കാസ്റ്റ് ഉണ്ട്, ലാലേട്ട അതിലൊരു ഗസ്റ്റ് ആയിട്ട് വരണം. അങ്ങനെ സംഭവിക്കട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കിയാണ് ഗൈസ്, എത്ര വർഷത്തെ നമ്മുടെ കാത്തിരിപ്പാണ്. ഇത്ര വർഷമായാലും നമ്മുടെ ആഗ്രഹങ്ങൾ വിട്ട് കളയരുതെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് കേട്ടോ. എന്തെങ്കിലും ഒരു ദിവസം എല്ലാം നടക്കും. ജസ്റ്റ് ഡ്രീം ഗൈസ്.